നബിയേ നബിയേ, ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവൻ ഖബറിൽ അഭിമുഖീകരിക്കേണ്ട വിഷയമേതാണ്? ആദ്യമായി ഖബറിൽ അവന് കണ്ടുമുട്ടുന്നതായ വസ്തു എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്ന മസ്ഊദ്. അല്ലയോ ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇന്ന് വരെ ഒരാളും അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അതൊരു നല്ല ചോദ്യമാണ്. മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്ന മസ്ഊദ്. ഇബ്നു മസ്ഊദേ, ഇന്ന് വരെ ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പലകയിട്ടുകൊണ്ട് മണ്ണിട്ടുകൊണ്ട് മൂടിക്കഴിയുമ്പോ ആ ഖബറിൽ അവൻ കണ്ടുമുട്ടേണ്ടതാകുന്ന വസ്തു ഏതാണ് എന്ന് ഒരാളും എന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഞാൻ നിനക്കത് വ്യക്തമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അവ്വലുമായൽ ഖൽമയ്യതു ഇദാ ദഖല ഖബറഹു, അവ്വലുമായൽ ഖൽമയ്യതു ഇദാ ദഖല ഖബറഹു മലക്കുൻ ഇസ്മുഹു റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവനെ ഖബറിൽ കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന ഒരു മലക്കിനെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്, നബി മുഹമ്മദ് മുസ്തഫ. നാളെ നമ്മളൊക്കെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരണം വരിക്കേണ്ടവരാണ്, മരണത്തെ പുൽകേണ്ടവരാണ്. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് നമ്മുടെ വാപ്പ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഇങ്ങ് പിരിയുമ്പോ ഖബറിൽ ആദ്യമായി നമ്മൾ കണ്ടുമുട്ടുന്ന ആള് റൗമാൻ എന്ന മലക്കാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം ഒന്നുമല്ല, ആദ്യം ഖബറിൽ വരുന്ന ആള് റൗമാൻ എന്ന മലക്കാണ്. ഫയഖൂലുൽ മലക്കു, മലക്ക് അവനെ വിളിച്ചിരുത്തിക്കൊണ്ടവനോടായി ചോദിക്കുകയാണ്, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസ, അല്ലാഹുവിന്റെ അടിമയെ എഴുന്നേൽക്കണേ. ഖും യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക. റൗമാൻ എന്ന മലക്ക് അവനോടായി ആദ്യമായി ആവശ്യപ്പെടുകയാണ്, നീ നിന്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്തണേ, നിന്റെ എല്ലാ സുഹൃതങ്ങളും എല്ലാ തിന്മകളും അടയാളപ്പെടുത്തണേ. ഫയഖൂലുൽ അബ്ദു, ഖബറിൽ നിന്ന് കൊണ്ട് എഴുന്നേറ്റതാകുന്ന മനുഷ്യനവന് ചോദിക്കുകയാണ്, മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ വലാ ഖലമുൻ. എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എന്റെ കയ്യിൽ കടലാസില്ലല്ലോ. മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ വലാ ഖലമുൻ. എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ പേപ്പറില്ല, എന്റെ കയ്യിൽ കടലാസില്ല, എന്റെ കയ്യിൽ മഷിയില്ല. കൈഫ അക്തുബു, ഞാൻ എങ്ങനെയാണ് എഴുതുക? ഫയഖൂലു മലക്കു റൗമാൻ, മലക്ക് റൗമാൻ എന്ന മലക്കവനോടായി പറയുകയാണ്, കഫനുക ഖിറതാസുക വമിദാദുക റീഖുക വഇസ്ബഉക ഖലമുക. പൈക്കം മണവാട്ടി ബീവിയുടെ ചാരത്ത് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നാളെ ഞാനും നീയും അഭിമുഖീകരിക്കേണ്ട വിഷയമാണ്. ഖബറിന്റെ ഏകാന്തതയിൽ വ്യക്തമായി കാണേണ്ടതായ കാഴ്ചയാണ്. നമ്മളോടായി റൗമാൻ എന്ന മലക്ക് വിളിച്ചു പറയുകയാണ്, കഫനുക ഖിറതാസുക
കഫനുക ഖിർതാസുക, നിന്റെ കടലാസായിട്ട് ഇതാ മാറ്റുകയാണ്. നിന്റെ കഫൻ പുടവയെ കടലാസാക്കി മാറ്റണേ. നിനക്കുള്ള കടലാസ്, നിനക്കുള്ള പേപ്പർ നിന്റേതാകുന്ന കഫൻ പുടവയാണ്. നിന്റെ വായിലുള്ളതാകുന്ന ഉമനീര് അതാണ് നിനക്കുള്ളതാകുന്ന മഷി. നിന്റെ വിരലിന്റെ തുഞ്ചമാണ് നിനക്കുള്ള പേനയെന്നും തിരിച്ചറിയണേ. വിരലിന്റെ തുഞ്ചം പേനയാക്കി നിന്റെ വായിലുള്ള ഉമനീര് മഷിയാക്കി അതിലേക്ക് പേന കൊണ്ട് മുക്കിയിട്ട് നിന്റെ കഫം പുടയാകുന്ന വസ്ത്രത്തിലേക്ക് അതാകുന്ന പേപ്പറിലേക്ക് നീ അടയാളപ്പെടുത്തണേ. സകല നന്മത്തിന്മകളും രേഖപ്പെടുത്താൻ പറയുകയാണ്. ഓർക്കാൻ പറ്റുമോ സഹോദര, ഖബറിലുള്ളതാകുന്ന അവസ്ഥയാണ്. എന്തൊരു ഭയാനകമാകുന്ന ലോകമാണ്. ഈ ദുന്യാവിൽ നീ ചെയ്തതാകുന്ന എല്ലാ തിന്മകളും എല്ലാ നന്മകളും ഖബറിൽ നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുകയാണ്. പ്രായപൂർത്തിയെത്തിയതാകുന്ന തല മുതൽ എത്രയോ ഹറാമുകൾ ചെയ്തവനാണ്, എത്രയോ മോശപ്പെട്ട സിനിമകൾ കണ്ടവനാണ്, എത്രയോ ഹറാമാകുന്ന ചാറ്റിങ്ങുകൾ നടത്തിയവനാണ്. ഏതെല്ലാം മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ഹൃദയത്തെ കൊണ്ടുപോയി നടന്നവനാണ്. പോകാത്ത പാർക്കുകളില്ല, പോകാത്ത മാളുകളില്ല, പോകാത്ത ബീച്ച് റോഡുകളില്ല, പോകാത്തതാകുന്ന വ്യഭിചാരശാലകളില്ല, കള്ള് ഷാപ്പുകളില്ല. മോശപ്പെട്ട തലത്തിലേക്ക് മുഴുവനും കണ്ണു നട്ടവനല്ലയോ? ഹറാമാകുന്ന ചിന്ത വെച്ചുകൊണ്ട് മനസ്സ് വ്യാപൃതരായി നടന്നവനല്ലയോ? നമസ്കാരമില്ലാത്ത ജീവിതമായിരുന്നു, നോമ്പ് നോൽക്കാത്ത ജീവിതമായിരുന്നു, സക്കാത്ത് കൊടുക്കാത്ത ജീവിതമായിരുന്നു, ഹജ്ജ് ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യനാണ്, പാപമംഗലമാകുന്ന ഹൃദയവുമായി നടന്നവനാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളും അവനെ ഖബറിൽ ഇരുന്നുകൊണ്ട് എഴുതുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യിആതിഹി കയൗമിൻ വാഹിദിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ പോലെ, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മകളെ പോലെ അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ സുഹൃതങ്ങളും എല്ലാ പാകപ്പിഴവുകളും അവൻ കഫം പുടയിലേക്ക് രേഖപ്പെടുത്തുകയാണ്. ഖബറിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന സകല നന്മകളും തിന്മകളും കഫം പുടയിലേക്ക് ഖബറിൽ നിന്നുകൊണ്ട് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് പരിപൂർണമായി രേഖപ്പെടുത്തുമ്പോ അതെല്ലാം കൂടി ചുരുട്ടിയിട്ട് നിനക്കതാ മലക്കുകൾ നിന്റെ തോളിലേക്ക് മഹ്ശറിലേക്ക് വരുമ്പോൾ വെച്ച് തരുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു طائره في عنقه. ഈ ദുനിയാവിൽ ചെയ്തതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ അത് മുഴുവനും രേഖപ്പെടുത്തിയ കഫം പുടവ നിന്റെ തലയിലേക്ക്, നിന്റെ പെരടിയിലേക്ക് അല്ലാഹു വെച്ച് നൽകുകയാണ്. നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തിലേക്ക് നീ പോകുമ്പോ നിനക്ക് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഖബറിലേക്ക് നിന്നെ എടുത്തു വെച്ചതാകുന്ന സമയത്ത് നിന്നെ ധരിപ്പിച്ചതാകുന്ന വസ്ത്രമില്ല. മഹ്ശറയിലേക്ക് പോകുമ്പോ അത് മുഴുവനും കഫം പുടവ മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകൾ മുഴുവനും ചുരുട്ടിയിട്ട് നിന്റെ പെരടിയിൽ വെച്ച് തരുകയാണ്. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ. ഈ ദുനിയാവിൽ അമ്പര ചുംബികളായ മണിമേട കുലച്ച് ഉല്ലസിക്കുന്നവരെ
മാളിക സൗധങ്ങൾ തീർത്തുകൊണ്ട് ജീവിതം നയിക്കുന്നവരെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തേ, അറിയണേ, പഠിക്കണേ, ഖബറിന്റെ ജീവിതം ഭയാനകമാണ്. 3 തുണി കഫംപുടയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്ന് കുടുംബാദികൾ അടക്കിയാലും നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ അത് മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകളാണ്. നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നീ ചെയ്തു വെച്ചതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അത് മുഴുവനും കഫംപുടയിലേക്ക് രേഖപ്പെടുത്തുകയാണ്. അത് മുഴുവനും പെരടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതുമായിട്ട് മഹ്ശറയിലേക്ക് കയറി ചെല്ലുകയാണ്. അതാണ് നാളെ നിനക്ക് നൽകപ്പെടുന്നതായ ഏടാക്കി അള്ളാഹു മാറ്റുന്നത്. ഈ ദുന്യാവിൽ നമസ്കാരം ചിട്ട വെച്ചവനാണോ, നോമ്പുകൾ നോറ്റി വീട്ടിയവനാണോ, സകാത്തുകൾ കൊടുത്തു വീട്ടിയവനാണോ, പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, നിരാലംബര കവലംബമായവനാണോ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവനാണോ, സാധുക്കളെ സഹായിച്ചവനാണോ, വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവനാണോ, യതീമക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്തതായ സഹോദരനാണോ, ഹാഫിളീങ്ങളാകുന്ന മക്കളെ ആദരിച്ചവനാണോ, ദീനിനെ സഹായിച്ചവനാണോ, ഔലിയാക്കൾ ആദരിച്ചവരാണോ, അമ്പിയാക്കൾ ആദരിച്ചവരാണോ, ദീനനുസരിച്ചുകൊണ്ടുള്ള ചിട്ടയായ ജീവിതം ഈ ദുന്യവിയായ കാലഘട്ട ജീവിതത്തിൽ നടത്തിയവനാണോ, അവന് വലത് കൈയിലേക്ക് അല്ലാഹു എടിനെ നൽകുകയാണ്. അതല്ല ഈ ദുന്യാവിൽ നീചവൃത്തികൾ ചെയ്തുകൊണ്ട്, കല്ല് കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, MDMA LSD അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവനാണോ, അവന്റെ ഇടത് കൈയിലേക്ക് അല്ലാഹു എടിനെ കൊടുക്കുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ ദുന്യാവിൽ നീ ചെയ്തതാകുന്ന ഒരു നന്മയോ ഒരു തിന്മയോ വിട്ടുപോകാത്ത നിലയ്ക്ക് അല്ലാഹു ആ ഏടിൽ ക്ലിപ്തമാക്കി വച്ചിരിക്കുകയാണ്. അതാണ് നിന്റെ കയ്യിലേക്ക് നൽകുന്നത്. എന്നിട്ട് മലക്കുകൾ മുഖേന അല്ലാഹു പറയുകയാണ്, ഇഖ്റാ കിതാബക ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ദുനിയാവിൽ മോശപ്പെട്ട ജീവിതം നയിച്ച മനുഷ്യ, മോശപ്പെട്ട പ്രവണതയുമായി നടന്നതായ സഹോദരി, നിന്റെ ഏടിതായടത് കയ്യിലേക്ക് നൽകിയേട് ഒന്ന് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കണേ. ഏറ്റവും വലിയ ഹിസാബാണ്, ഹിസാബാണ്. ഈ ദുന്യാവിൽ നീ ചെയ്തു കൂട്ടിയതാകുന്ന തിന്മകൾ, നിസ്സാരമായി കണ്ടതാകുന്ന തിന്മകൾ ആഖിറത്തിൽ വലിയ ഭാരമായിട്ട് നിനക്ക് തോന്നുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്നതായ രംഗമാണ്. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കണം, ഖബർ നിസാരമല്ല. ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. റൗമാൻ എന്ന മലക്കാണ് അലൈഹിസ്സലാം. അദ്ദേഹം വന്നിട്ട് നമ്മളോട് പറയും, എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തണം. കയ്യിൽ പേനയില്ല, മഷിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഫം പുടവെ അള്ളാഹു കടലാസാക്കി തരാൻ, അതിലേക്ക് എഴുതാണ് മൊത്തം. ഹദീസാണ്, പറഞ്ഞു തരാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അടുത്ത ഒരു ജീവിത ഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കാണാൻ പോവാൻ. ഒരുപാട് കാലം ജീവിച്ചു, അതുകൊണ്ടൊന്നും കാര്യമില്ല. 30, 40, 50 വയസ്സൊക്കെ ഞാൻ ജീവിച്ചു ഉസ്താദേ. ജീവിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും സുകൃതങ്ങൾ ചെയ്തോ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വഖത്ത് പോലും ജമാഅത്ത് മുടക്കാതെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് എല്ലാവരും സുർലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله رب رب ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء لا إله إلا الله. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന് സുഹൃതങ്ങൾ അനുഷ്ഠിക്കാനും നന്മകൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ പടച്ചത്. ഇവിടെ നമ്മൾ കളിച്ചും രസിച്ചും തമാശിച്ചും ഇരുന്നാൽ ആഖിറം നഷ്ടമായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വ്യക്തി ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും നല്ല വ്യക്തി ആരാണ്? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടി ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم, നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചോ, ഒരുപാട് കാലം ജീവിക്കുകയും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തെടുക്കുകയും ചെയ്തതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, ജനങ്ങളിലെ ഏറ്റവും ഉത്തമർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവർ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടി, മാത്രമല്ല ആ ജീവിച്ച കാലം അത്രയും ഇബാദത്തെടുക്കാനും അവസരം കിട്ടി. നിസ്കാരം കറക്റ്റാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, വാപ്പ വല്യുപ്പ വല്യുമ്മ അവരൊക്കെ നിസ്കാരം ഒന്നുപോലും മുടക്കിയിട്ടില്ല ഉസ്താദെ, ഖുർആൻ എപ്പോഴും ഓതും. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ വെറുതെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്, കന്നുകാലികളുടെ ജീവിതം പോലെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വെറുതെ 40, 50, 60 വയസ്സുവരെ ഇങ്ങനെ ജീവിച്ചു എന്നല്ലാതെ നിസ്കാരങ്ങൾ ചിട്ടയില്ല. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല, നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല, സക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ശരിയായ വിധത്തിലല്ല, ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കോ വേണ്ടി ചെയ്യാൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി ആയിപ്പോയി. അവ ഒന്നും അതിന്റെ കറക്റ്റായ വിധത്തിലാവുന്നില്ല എന്നർത്ഥം. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് ജീവിക്കുന്ന കാലം അത്രയും നല്ല സുഹൃതം ചെയ്ത് ജീവിക്കലാണ് ഖൈർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഏറ്റവും ഉത്തമനാരാണ്? കുറേ കാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്തു അവനാ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൻ ശർറുന്നാസി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ് റസൂലേ? ഏറ്റവും നീചനായ വ്യക്തി ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ, ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, കാലം ജീവിച്ചിട്ടുണ്ട് പക്ഷേ ജീവിച്ച കാലം അത്രയും നിസ്കാരം ചിട്ടയില്ല, നോമ്പുകൾ കൃത്യതയില്ല, സകാത്തുകൾ കറക്റ്റ് അല്ല, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവൻ അവനാണ് അവളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിതത്തിലെല്ലാം തിന്മയാണ്, നന്മയൊന്നുമില്ല, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. ഒരുപാട് കാലം ജീവിച്ചു, ജീവിച്ച കാലം അത്രയും നന്മയുണ്ട്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടണം. ഒരുപാട് കാലം ജീവിക്കണം, ആ ജീവിച്ച കാലം അത്രയും നന്മ വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ സ്വാഗതം പറയുമ്പോഴും ദുആ ചെയ്തു കൊടുക്കുമ്പോഴും ദുആരക്കും എന്ത്, അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് നസീബാക്കണേ റഹ്മാനെ എന്ന് പറയും. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്തെടുത്തുകൊണ്ട് ദീർഘായുസ് കിട്ടുന്നതിലാണ് കാര്യം.
50 കൊല്ലം 60 കൊല്ലം ജീവിക്കുന്നതിൽ കാര്യമില്ല. ജീവിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും നന്മ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ഈ ജീവിത കാലഘട്ടത്തിൽ സുഹൃതങ്ങൾ ചെയ്യാതെ പരലോകത്തേക്ക് നീ കടന്നു വരരുതേ. കാരണം ആഖിറത്തിൽ വലിയ ഹിസാബാണ്. ഹിസാബാൻ يغتنم خمسا قبل خمس شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്, ജീവിതത്തിൽ 5 അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് മുമ്പ് 5 സമയങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും എത്തിപ്പെടുന്നതായ 5 അവസ്ഥകളുണ്ട്. ആ 5 അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങളുടേതാകുന്ന 5 സമയങ്ങളെ ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലാദ്യമായി നബി തങ്ങൾ എണ്ണിയത് പ്രായാധിക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടമാണ്. അള്ളാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഈ സദസ്സിൽ താടി നരച്ചതും തലമുടി നരച്ചതുമായ ധാരാളം ആളുകളുണ്ട്. അവർ ഇന്ന് കൊതിക്കുന്നുണ്ട് ഒന്ന് യുവത്വത്തിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ. കാരണം നല്ല ആരോഗ്യമുള്ള സമയം കഴിഞ്ഞുപോയി. ഇപ്പൊ വടിയും കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കൈകാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശരീരത്തിന് സിഹത്ത് കുറഞ്ഞ് നടുവ് വളഞ്ഞ് മുതുക് വളഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മുമ്പത്തെ പോലെ 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ വയ്യ. സുന്നത്ത് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിന്ന് നിസ്കരിക്കാൻ വയ്യ. ഇരുന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ അല്ലേ? പ്രായമുള്ള ആളുകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പോലും ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്നവർ ആഗ്രഹിക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്രയോ ആളുകൾ പ്രായാധിക്യം ചെന്നതാകുന്ന ആളുകൾ അവർ വടി കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ദീനിയായ മജ്‌ലിസിലേക്ക് വരിക. വാക്കറലാണെങ്കിലും എങ്ങനെയെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ശ്രമിക്കാൻ. പ്രായം അവരെ തളർത്തിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തണം. കാരണം എന്താ? ചെറുപ്പ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയി. ഇനി കുറഞ്ഞ സമയമുള്ളൂ ഈ ദുനിയാവിൽ. ചിന്ത വരികയാണ്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു. അവരുടെ പ്രായത്തിലുള്ളതോ മറ്റുള്ള ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് അധിക നാളില്ല എന്നുള്ള ചിന്ത മനോമകരത്തിലേക്ക് വന്നപ്പോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അവർക്ക് വ്യഗ്രതയായി, താല്പര്യം കൂടി. ചെറുപ്പക്കാരോ ഇനി ഒരുപാട് കാലമുണ്ട് എന്നുള്ള ചിന്താധാരയിൽ നമ്മളിങ്ങനെ കളിച്ചും രസിച്ചും ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു 5 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് 5 ഘട്ടങ്ങളെ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ ശബാബക ഖബല ഹറമിക. നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താൻ, സഹോദരിമാരോട് ചെറുപ്പക്കാരികളോട് ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണം. ചുറുചുറുക്കുള്ള കാലഘട്ടം 15 മുതൽ 30 വയസ്സ് വരെയുള്ളതാകുന്ന ഒരു കാലഘട്ടമുണ്ട്. എല്ലാത്തിനും ഓടി നടക്കാൻ പറ്റുന്ന കാലഘട്ടം. നിസ്കരിക്കാൻ അവ്വൽ വഖത്തിൽ പള്ളിയിൽ വരാൻ പറ്റും. ബാങ്ക് വിളിച്ചാൽ നിനക്ക് വേഗം തന്നെ സഫ് കെട്ടാൻ നിനക്ക് സാധിക്കും. പള്ളിയിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തൊരു സമയം. എത്ര വേണമെങ്കിലും സുന്നത്ത് നിസ്കരിക്കാം. പള്ളിയിലെത്തി നേരത്തെ തന്നെ 2 റക്അത്ത് വുളു എടുത്തുകൊണ്ട് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം പള്ളിക്കകത്ത് കയറി ആദ്യം തന്നെ നിസ്കരിക്കുന്നു. ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നു, ബാങ്ക് കൊടുക്കുന്നു. ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ളുഹറിന്റെ ബാങ്ക് കൊടുത്തു. ഈ 2 റക്അത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സുന്നത്ത് നിസ്കരിക്കാം. ഖുർആൻ നിനക്ക് ഓതാമായിരുന്നു. ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് ആയത്തുൽ കുർസി ഓതാം. ബാങ്കിനും ഇഖാമത്തും ഇടയ്ക്ക് ദുആ ചെയ്താൽ ഇജാബത്താണ്, നിനക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളാം. ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് പള്ളിയുടെ അകത്തലെങ്കിൽ തന്നെ സഫായി നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ കാത്തിരുന്നാൽ നിസ്കാരത്തിൽ എന്നതുപോലെ തന്നെയാണ് അവന് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നേട്ടങ്ങളാണ്! ഇതൊക്കെ നിനക്ക് നേടിയെടുക്കാമായിരുന്നു. പക്ഷേ നിന്റെ ചെറുപ്പത്തിന്റെ രക്തത്തിളപ്പ് കാരണം നീ വെളിയിലിരുന്ന് വർത്തമാനം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു.
ഏതെങ്കിലും കടയിൽ പോയിരുന്നോ, മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു, ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി, പള്ളിയിലേക്ക് വരാൻ നേരത്തെ ഇറങ്ങിയതാ, തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ പോകുന്നതാ, മഗ്‌രിബ് കഴിഞ്ഞ് വീട്ടിൽ വന്നു ചെറിയൊരു കാപ്പി കുടിച്ചോണ്ട് ഇറങ്ങിയതാ ഇശാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ. പക്ഷേ ഇശായുടെ തറാവീഹ് നിസ്കാരവും അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന്റെ അവസാനത്തെ തഹിയ്യാത്തിലാണ് ഇപ്പൊ പള്ളിയിലേക്ക് എത്തിയത്. അതുവരെ ഇവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി പന്ത് കളി കണ്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് മറച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്തുള്ള വാട്സാപ്പിൽ വന്ന വീഡിയോ ചിത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ട് രസാനുഭൂതിയിലിരുന്നു. ടെലഗ്രാമിൽ വന്ന സിനിമ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആ രാവിനെ നശിപ്പിച്ചു കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവ്വല് ജമാഅത്ത് ശ്രദ്ധിക്കാതെ പോയി, എത്രയോ സുന്നത്തുകൾ ഗൗനിക്കാതെ പോയി. നല്ല ആരോഗ്യമുള്ള കാലഘട്ടം ഒക്കെ നശിപ്പിച്ചു കളയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ യുവത്വ കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. യഗ്തനിമ ഖംസൻ ഖബല ഖംസിൻ ശബാബക ഖബല ഹറമിക. വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. യുവത്വ കാലഘട്ടത്തിൽ എത്ര നന്മ ചെയ്യാൻ പറ്റും അത്ര ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് വറജുലുൻ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. ചെറുപ്പക്കാരനായ യുവകോമളനാകുന്ന സഹോദര, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അർശിന്റെ തണൽ ഉറപ്പാണ്, ഉറപ്പാണ്. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളെന്ന നരകത്തെ അള്ളാഹു മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ സർവരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് അത് അർശിന്റെ തണൽ ഒരു ചെറുപ്പക്കാർക്ക് അള്ളാഹു കൊടുക്കുകയാണ്. ഏതാണ് ഈ ചെറുപ്പക്കാരൻ? അവന്റെ യുവത്വ കാലഘട്ടം ദീനിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. വറജുലുൻ ശാബുൻ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി പടപൊരുതിക്കൊണ്ട് നിലകൊണ്ടതായ നമസ്കാരങ്ങൾ ചിട്ടവെക്കുകയും ഇബാദത്തുകളെ കണിശത വെക്കുകയും ദീനിയായ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുകയും ചെയ്തതായ ഏതൊരു യുവാവുണ്ടോ യുവതിയുണ്ടോ അവന് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ഉറപ്പാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ദുനിയാവിന്റെ ആലസ്യതയിൽ മുഴുകിപ്പോയിട്ട് പിന്നാകട്ടെ പിന്നാകട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകോട്ട് പോകും, ഒന്നും ചെയ്യൂല. നിങ്ങൾ മക്കത്ത് പോയി നോക്കി, ഉംറ നിർവഹിക്കാൻ ഏറ്റവും കൂടുതലുള്ളത് ഇന്തോനേഷ്യക്കാരായ ആളുകളാണ്. ചെറുപ്പക്കാരായ ആളുകൾ അടക്കം വരികയാണ്. കാരണം എന്താ, വിവാഹം കഴിക്കണമെങ്കിൽ ചെറുപ്പക്കാരായ സഹോദര സഹോദരിമാർ എന്ത് ചെയ്തിരിക്കണം? അവരുടെ നാട്ടു നടപ്പാണ് ഉംറ ചെയ്തിരിക്കണം. നമ്മളാരെങ്കിലും പോകും ഉംറയ്ക്ക്? നമ്മൾ 60ഉം 70ഉം കഴിയുമ്പോഴാണ് കാബ് കാണാൻ പോകുന്നത്. അപ്പോഴേ അങ്ങോട്ട് ചിന്ത തന്നെയുള്ളൂ. അതിനു മുമ്പ് കാബ് ചിന്തയില്ല. എങ്ങനെയെങ്കിലും രമ്യ ഹർമ്മങ്ങൾ പണിയണം, വീട് വെക്കണം, കൊട്ടാരം പണിയണം. കാസർഗോഡുകാരന്റെ ചിന്ത അതാണ്. ഇന്നയാള് പണിതതിനേക്കാൾ, എന്റെ അയൽവാസി വെച്ചതിനേക്കാൾ എനിക്ക് നല്ല വീട് വെക്കണം, 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം, 5,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം, നാട്ടുകാരൊക്കെ വിറപ്പിക്കണം, 10,000 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ സദ്യ ഉണ്ടാക്കണം, മക്കളുടെ വിവാഹം കെങ്കേമമാക്കണം, നാട്ടിൽ ഇന്ന് വരെ ആരും നടത്താത്ത നിലയ്ക്കുള്ളതാകുന്ന സൽക്കാരമായിരിക്കണം നടത്തേണ്ടത്. ഏറ്റവും വലിയ കൂടിയ കാറ്ററിംഗ് സർവീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് നടത്തണം. എത്ര കോടികൾ പൊടിഞ്ഞാലും വിഷയമില്ല, വസ്ത്രധാരണം ആ രീതിയിലുള്ളതാകണം. ഇങ്ങനെ പണത്തിന്റെ പളവളപ്പും മക്കളുടെ കല്യാണവും കുടുംബവും ബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിച്ചു പൊളിക്കാൻ. വീട് വെച്ചാൽ കയറുവോ? അതില്ല. കയറി താമസിച്ചാലും വീണ്ടും പണിതുകൊണ്ടിരിക്കാം. തേക്കിന്റെ പണി നടക്കുന്നു, മാർബിളിന്റെ വർക്ക് നടക്കുന്നു, ഗ്രാനൈറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, വീടിന്റെ മുറ്റം മുഴുവനും പൂന്തോട്ടം കൊണ്ട് അലങ്കരിക്കുന്നു, വീടിന്റെ അകത്തളം മുഴുവനും വേറെ സംവിധാനങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. ഇങ്ങനെ ദുന്യാവിന്റെ ആലസ്യതയിൽ മുഴുകി ജീവിക്കുകയാണ് നമ്മൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം ഒരു 60-70 ഒക്കെ കഴിയുമ്പോഴാണ് ഹജ്ജ് തന്നെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ വർഷം തന്നെ ഹജ്ജിന് വേണ്ടി എത്ര ആളുകളാണ് കൊടുത്തത്?
കഴിവുള്ള എത്രയോ ആളുകളെ തന്നെ കൊടുക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്. നാളെ ആകട്ടെ പിന്നെ ആകട്ടെ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ബാധ്യതയൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് ഹജ്ജിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് പിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിൽ എത്രയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ പിന്തിക്കാൻ നമ്മുടെ അവസ്ഥ ഏതാ? അതുകൊണ്ട് എന്തായി, അവിടെ എത്തിയിട്ട് ഇന്ന് വരെ ഹജറുൽ അസ്വദ് ഒന്നും മുത്താൻ പറ്റിയിട്ടില്ല. തവാഫ് പോലും ശരിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹജ്ജിന്റെയും ഉംറയുടെയും തവാഫുകൾക്ക് ശേഷം പിന്നീട് ഒരു 50 തവാഫ് ഓരോ വ്യക്തിക്കും ചെയ്യൽ സുന്നത്താണ്. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 50 തവാഫ് എന്ന് പറഞ്ഞാൽ, ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ 7 ചുറ്റലായി, 50 തവാഫ് എന്ന് പറഞ്ഞാൽ 350 ചുറ്റലായി. അങ്ങനെ 350 പ്രാവശ്യം കഅബ വലയം ചെയ്താൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഉംറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലും ആ ഉംറയുടെ തവാഫും സയ്യും കഴിഞ്ഞു, ഹജ്ജിന്റെ തവാഫും സയ്യും കഴിയുമ്പോൾ തന്നെ കാലുവേദനയാണ്. പിന്നെ റൂമിൽ കഥ അടച്ചിരിക്കാൻ, പുറത്തോട്ട് വരുന്നില്ല ആചാര്യ. പിന്നെ കാണുന്ന ഇടയ്ക്കിടയ്ക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതാണ്, പുറത്തോട്ട് വരുന്നില്ല. തവാഫും ഇല്ല, മറ്റു അമലുകളൊന്നുമില്ല. കാരണം എന്താ? മുട്ടിന് വേദനയാണ്, കാലുവേദനയാണ്, നടുവേദനയാണ്. നടന്നിട്ട് തുടയുടെ ഭാഗം പൊട്ടിയിട്ടുണ്ട്, കാലനക്കാൻ മേല, കയ്യനക്കാൻ മേല, ബുദ്ധിമുട്ട് പറയാൻ. എന്നാൽ നല്ല ചെറുപ്പക്കാരായ ആളുകളാണെങ്കിലോ ഇതൊന്നും പ്രശ്നമില്ല, നല്ല റാഹത്തായിട്ട് അവന്റെ യുവത്വ കാലഘട്ടത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. സമ്പത്തുണ്ട്, പക്ഷെ ചെയ്യാൻ മനസ്സില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിർബന്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കണ്ടേ? ഇതൊക്കെ സമ്പത്ത് കൈവള്ള സമയത്തും ശാരീരികമായ കഴിവുള്ള സമയത്തും പോയി ചെയ്യേണ്ട അമലുകളാണ്. പലപ്പോഴും നമ്മൾ മടിക്കുക ഈ വിഷയത്തിൽ. നിസ്കാരവും അങ്ങനെ തന്നെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരായ ആളുകളാണ് നിസ്കരിക്കുമെങ്കിൽ പോലും അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ ശ്രദ്ധിക്കാറില്ല ചെറുപ്പക്കാർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ എന്തിനെത്ര പാടുപെട്ട് പള്ളിയിൽ പോയിട്ടുണ്ട്, ഒളു എടുത്തിട്ടുണ്ട്, ഫർള് ഇമാമിനോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിന്റെ അവ്വല് വഖത്ത് തക്ബീർ, അവ്വല് തക്ബീർ ഉണ്ട്. ഇമാമിനോടൊപ്പം അവ്വല് തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാം, ആദ്യത്തെ തക്ബീർ. അത് കെട്ടുന്ന സമയത്ത് ചെറുപ്പക്കാരൊക്കെ ആബ്സെന്റ് ആണ്. അവരാ സമയത്ത് ഇങ്ങനെ കറങ്ങി നിൽക്കാം പള്ളിയുടെ വെളിയിൽ. എല്ലാവരും അല്ല, ചില ആളുകൾ. ഇനി അഥവാ പള്ളിയിൽ കയറിയാൽ തന്നെ ആദ്യത്തെ 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് കളഞ്ഞിട്ട് ശേഷം 2 റക്അത്ത് സുന്നത്ത്, അത് ഒഴിവാക്കിയിട്ട് ഇവൻ ഇറങ്ങി ഓടുക. ഇവനെന്തിനാ എത്ര പാടുപെട്ട് പള്ളിയിൽ പോയെന്തിനാ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ അർബഅൻ ഖബ്ല അൽ-ളുഹരി വ ബഅദഹു ഹറമഹുല്ലാഹു അലന്നാർ. ആരെങ്കിലും പരിശുദ്ധമായ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തി, ളുഹറിന് മുമ്പ് 2 വെച്ചുകൊണ്ട് 4 റക്അത്ത് പരിശുദ്ധമായ ളുഹറിന്റെ സുന്നത്ത് നമസ്കരിച്ചോ, ശേഷവും അതേ രീതിയിൽ തന്നെ സുന്നത്ത് നമസ്കാരം 4 റക്അത്ത് നമസ്കരിക്കാൻ അവസരം കിട്ടിയോ, ഹറബല്ലാഹു ജസദഹു അലന്നാർ. അവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അവന് നരകം നിഷിദ്ധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നതാ? എന്നിട്ട് ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോ? ളുഹറിന് പള്ളിയിലെത്തി 2 റക്അത്ത് വീതം നിസ്കരിക്കാൻ എത്ര റക്അത്ത്? 4 റക്അത്ത് സുന്നത്ത്. ളുഹറിന് മുമ്പും ളുഹറിന് ശേഷവും മുടങ്ങാതെ നിത്യമാക്കി പോരുന്നവന് നരകീയ മോചനം. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ 2 പോലും ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണം. പിന്നീട് ബുദ്ധിമുട്ട് വന്നാലും വിഷയമില്ല, അല്ലാഹു അതിന് കൂലി എഴുതും. അങ്ങനെയാണല്ലോ. നമുക്ക് ചെറുപ്പത്തിൽ നല്ല ചെയ്യാൻ പറ്റുന്ന, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഏതെല്ലാം സുഹൃത്തുക്കളുണ്ട് അതൊക്കെ ചെയ്യാം. ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, സലാത്ത് ചെല്ലുന്നുണ്ട്, പരമാവധി അധികരിപ്പിക്കാം. പിന്നെ രോഗിയായി പോയി പ്രശ്നമല്ല, അള്ളാഹു അക്കൗണ്ടിൽ രേഖപ്പെടുത്തുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, قال رسول الله صلى الله عليه وسلم, നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നൽ അബ്ദ ഇദാ കാന അലാ തരീഖത്തിൻ ഹസനത്തിൻ ثم മരിള قيل للملك المؤكل به اكتب له ما كان يعمل صحيحا.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടുത്തുകയാണ്, ഒരടിമ നല്ല ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് വരവേ നമസ്കാരങ്ങൾ ചിട്ടയാണ്, നോമ്പുകൾ കൃത്യതയാണ്. എല്ലാ ദിവസവും സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാണ്. ഒരു വഖത്ത് പോലും ജമാഅത്ത് മുടക്കിയിട്ടില്ല, ഒരു വഖത്ത് പോലും ജുമാ മുടക്കാത്തതായ മനുഷ്യന്. ഖുർആൻ ഓതുന്നവനാണ്, ദിക്റുകൾ ചെല്ലുന്നവനാണ്, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നവനാ, അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ സഹോദരനാണ്. ഈ രീതിയിൽ ജീവിച്ചു പോകവേ പെട്ടെന്ന് അദ്ദേഹം കിടപ്പിലായി പോയാൽ ഖീലലിൽ മലക്കിൽ മുഅക്കലി ബിഹി, ആ സുഖമില്ലാതെ കിടക്കുന്ന മനുഷ്യനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് അഥവാ റഖീബ് അതീദ് അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുമത്രേ, ഉക്തുബ് ലഹു മാ കാന യഅമലു സഹിഹാ. ആരോഗ്യ കാലഘട്ടത്തിൽ ഇദ്ദേഹം ചെയ്തിരുന്നതായ ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ, നന്മകളുണ്ടോ, അത് മുഴുവനും നിങ്ങൾ രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ എന്ന് അല്ലാഹു മലക്കുകൾ മുഖേന അറിയിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ചെറുപ്പക്കാരൻ നല്ല നിസ്കാരം ഇബാദത്ത് ചിട്ടയായി ഇങ്ങനെ വരികയാണ്, പെട്ടെന്ന് സുഖമില്ലാതായിപ്പോയി, കിടപ്പിലായിപ്പോയി, ഒരു ആക്സിഡന്റ് വന്നു, സുഖമില്ലാതായിപ്പോയി, അല്ലെങ്കിൽ ഒരു തളർവാദം വന്നു, സുഖമില്ലാതെ കിടന്നു. ഉദാഹരണം, അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. നിസ്കാരം എത്ര നാളെ നിലനിർത്തിയിട്ടുള്ളൂ? 5 കൊല്ലം. ഉദാഹരണം, 5 കൊല്ലം നിസ്കരിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 50 കൊല്ലം ഇയാൾ കിടപ്പിലായിപ്പോയി. അങ്ങനെ കിടപ്പിലാകുന്ന സമയത്ത് 5 വഖത്ത് 5 വർഷം കറക്റ്റായി നിസ്കരിച്ചവനാണ് എങ്കിൽ അള്ളാഹു മലക്കുകളോട് പറയും, ഉക്തുബ് ലഹു മാ കാന യഅമലു സഹീഹ. ആരോഗ്യ കാലഘട്ടത്തിൽ ഇയാൾ ചെയ്തിരുന്ന എല്ലാ നന്മകളും ഇപ്പോഴും അക്കൗണ്ടിലേക്ക് എഴുതണേ എന്ന് മലക്കുകളോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര നാളാ നിസ്കരിച്ചത്? 5 കൊല്ലം നിസ്കരിച്ചിട്ടുള്ളൂ. നിസ്കാരം കറക്റ്റ് ആയിരുന്നു? അതെ, കറക്റ്റ് ആയിരുന്നു. നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാ. ഒരു വഖത്ത് പോലും മുടക്കിയിട്ടില്ല. ജുമായും ജമാഅത്തും ഒക്കെ കറക്റ്റായി വെച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. ഒരു 25 വയസ്സ് 30 വയസ്സെത്തിയപ്പോൾ സുഖമില്ലാതായി പോയി. അങ്ങനെ ഒരു 50 കൊല്ലം കടന്നു എന്ന് വിചാരിക്കുക, വേണ്ട, ഒരു 100 കൊല്ലം കടന്നു, കിടപ്പിലാണ്. മലമൂത്ര വിസർജന നീ കടന്നുകൊണ്ട് നടന്നാൽ പോലും ഓരോ വഖത്തിന്റെ സമയമാകുമ്പോൾ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അള്ളാഹു മലക്കുകളോട് പറയും, സുബഹിയുടെ സമയമാകുമ്പോൾ സുബഹി നിസ്കരിച്ചതായിട്ട് എഴുതാൻ പറയും. ളുഹറിന്റെ സമയമാകുമ്പോൾ ളുഹർ നിസ്കരിച്ചായിട്ട് എഴുതും. അതൊന്നും നിസ്കരിച്ചില്ലല്ലോ, കുഴപ്പമില്ല, അയാൾ ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിച്ചിരുന്ന എഴുതാൻ പറയും. എല്ലാ നന്മകളും രേഖപ്പെടുത്തും. ഖുർആൻ ഖത്മ് തീർത്തത്, നീ ദിക്ർ ചൊല്ലിയത്, നീ സലാത്ത് ചൊല്ലിയത്, നീ അമൽ ചെയ്തത്, നീ പാപങ്ങളുടെ കണ്ണീരൊപ്പിയത്, നീ ശഅബാനിലും റമദാനിലും ഒക്കെ സദഖ ചെയ്തത്, ദീനിനു വേണ്ടി സഹായിച്ചത്, സൽക്കാരങ്ങൾ നടത്തിയത്, നോമ്പുതുറ നടത്തിയത് ഒക്കെ രേഖപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ എന്ത് വേണം? ജീവിച്ചിരിക്കുന്ന കാലയളവ് എത്രയാണോ ആ കാലയളവിൽ അത്രയും നന്മ ചെയ്തവനാകണം, അല്ലെങ്കിൽ അടയാളപ്പെടുത്തൂല. നീ നല്ല സുഹൃതം ചെയ്തവനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുമ്പോഴും അള്ളാഹു അക്കൗണ്ടിൽ വരവ് വെക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, ചെറുപ്പ കാലഘട്ടം വെറുതെ കളയരുതെന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടിട്ടില്ലേ, ചെറുപ്പക്കാരായ ആളുകൾ, സുഖമില്ലാത്ത ആളുകൾ, മാരകമാകുന്ന ക്യാൻസർ പിടിപെടുക. ആർക്കാ വരാത്തത്? ചെറിയ കുട്ടികൾക്ക് വരെ വരികയാണ്. അപ്പൊ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രയാസങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് നിന്റെ ജീവിതത്തിൽ അമലുകൾ ചെയ്താൽ അത് വലിയ നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നബിതങ്ങൾ പറഞ്ഞത്, ചെറുപ്പം എത്തുന്നതിന് മുമ്പ്, നിന്റെ പ്രായം എത്തുന്നതിന് മുമ്പ് ചെറുപ്രായം, നിന്റേതാകുന്ന യുവത്വ കാലഘട്ടം ഉപയോഗപ്പെടുത്തണേ, ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. ഹബീബ് റസൂലുള്ളാഹി നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, രോഗാതുരമാകുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടത്തിലുള്ള ആരോഗ്യ പള്ളി തന്നെയാണ്. എപ്പോഴും എനിക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞേക്കാം, അതിനു മുമ്പൊന്നും പള്ളി പോവില്ല. നബി തങ്ങൾ പറഞ്ഞു, രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ സമയം ശ്രദ്ധിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല. തൈറോയിഡും വന്ന്, ഷുഗറും വന്ന്, കൊളസ്ട്രോളും വന്ന് ബുദ്ധിമുട്ടായി പള്ളി പോകാൻ പറ്റുന്നില്ല, മൂത്രക്കടച്ചിലുണ്ട്, മൂത്രത്തിൽ കല്ലുണ്ട്, പഴുപ്പുണ്ട്, പ്രയാസമുണ്ട്, പള്ളി കയറാൻ പറ്റാത്തൊരവസ്ഥയിലാകുമ്പോഴുണ്ട് ഭയങ്കര നിസ്കരിക്കാൻ ഭയങ്കര കൊതി. അപ്പൊ ചില ആളുകൾ പള്ളിയിൽ ഉസ്താദന്മാരോട് വസിയത്തി, ഉസ്താദെ എനിക്കൊന്ന് നിസ്കരിക്കണം, ഇപ്പൊ ഞാൻ മുട്ടുവേദനയായിട്ട് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുക, ഇങ്ങനെയാ പോകുന്നത്, ഒന്ന് നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ദ്വാരക്കണം. അല്ലേ? എത്രയോ ആളുകൾ ഒന്ന് നിന്ന് നിസ്കരിക്കാൻ ദ്വാരക്കണം.
അസുഖം വന്നതിന് ശേഷം കൊതിക്കാൻ, അസുഖം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ സമയത്തെ ശ്രദ്ധിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാലഘട്ടം അതാണ്, രണ്ടാമത്തെ സമയം അതാണ്. ഒന്ന്, നിന്റേതാകുന്ന പ്രായാധിക്യം എത്തുന്നതിന് മുമ്പ് യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണം. രണ്ട്, അസുഖം വരുന്നതിന് മുമ്പുള്ളതാകുന്ന നിന്റെ നല്ല പ്രസരിപ്പുള്ള കാലഘട്ടം, അഥവാ നിനക്ക് യാതൊരുവിധ രോഗവും ഇല്ലാത്ത കാലഘട്ടം, സിഹത്തുള്ള കാലഘട്ടം ശ്രദ്ധിക്കണേ നബിയുനാ റസൂലുള്ളാഹി. മൂന്ന്, നിനക്ക് സമ്പത്തുള്ളതാകുന്ന അവസ്ഥ, ആ സമ്പത്തുള്ളതാകുന്ന അവസ്ഥയെ നീ ശ്രദ്ധിക്കണേ. ദാരിദ്ര്യം എത്തിപ്പെടുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിന്റെ ഘടനയും ദാരിദ്ര്യം വന്ന് ചേർന്നു. എന്നിട്ട് പിന്നെ പറയാണ്, എന്ത്, എനിക്ക് നല്ല കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കാറ്. ഉണ്ടായിരുന്ന സമയത്ത് ആചാര്യം മൈൻഡ് ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവനെ കണ്ണുരുപ്പിയിട്ടില്ല, ഒരു പള്ളിക്കും കൊടുത്തിട്ടില്ല, മദ്രസയ്ക്കും കൊടുത്തിട്ടില്ല, ദീനീ സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇല്ലാതായപ്പോ കൊടുക്കാൻ വേണ്ടി കൊതിക്കുക. ദാരിദ്ര്യം എത്തിപ്പെടുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിന്റെ ഘടനയെ നീ ശ്രദ്ധിക്കണേ, ദീനിന് സഹായകമായി വർത്തിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഫറാഗക ഖബല ശുഗ്ലിക, വഫറാഗക ഖബല ശുഗ്ലിക. ജോലി തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഒഴിവുള്ള സമയങ്ങളെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒഴിവുള്ള സമയങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ജീവിതത്തിൽ. വിവാഹം കഴിയുമ്പോൾ ചിലപ്പോൾ തിരക്ക് വരും. വിവാഹത്തിന് മുമ്പ് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മറ്റു മക്കളും പ്രാരാബ്ദങ്ങളും വിഷയങ്ങളും ജോലി തിരക്കുകളും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പ്രയാസാൻ. അതുകൊണ്ട് ജോലി തിരക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒഴിവുള്ള സമയങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. ജോലി തിരക്കുകൾ വരുന്നതിന് മുമ്പ്, തിരക്കുകളിലേക്ക് നിന്റെ ജീവിതം എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് ഒഴിവുള്ള സമയങ്ങളെ ഗൗനിക്കണേ, ദീനിന് വേണ്ടി മാറ്റിവെക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ച് കാര്യങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞത്. അഞ്ചാമത്തത്, വഹയാതക ഖബല മൗതിക, മരണമാകുന്നതിന് മുമ്പ്, ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണ്. ആ ഒരു മരണം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ജീവിത കാലഘട്ടത്തെ ദീനിന് വേണ്ടി മാറ്റി എഴുതണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകണം, വെറുതെ ജീവിച്ചു പോകുമല്ല. യുവത്വ കാലഘട്ടമൊക്കെ ദീനിന് വേണ്ടി മാറ്റിവെക്കുന്നവരാകണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. രോഗാതുരമാകുന്ന അവസ്ഥയ്ക്ക് മുമ്പ് ആരോഗ്യമുള്ള കാലഘട്ടത്തെ ദീനിന് വേണ്ടി മാറ്റിവെക്കുന്നവരാകണം, എങ്കിലേ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. ഒഴിവുള്ള സമയങ്ങളെ അത് പ്രത്യേകം ഗൗനിക്കണം. ഇഷ്ടംപോലെയുണ്ട് ഒഴിവുള്ള സമയം. ഒരു ദിവസം എടുത്താൽ ഒഴിവുള്ള സമയം ധാരാളം ഉണ്ട്. നമ്മളാണ് തിരക്ക് പലതും കൊണ്ടുവരുന്നത്. ദീനിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല. വാട്സാപ്പ് നോക്കാൻ സമയമുണ്ട്, ഫേസ്ബുക്ക് നോക്കാൻ സമയമുണ്ട്, ഇൻസ്റ്റഗ്രാം നോക്കാൻ സമയമുണ്ട്, സോഷ്യൽ മീഡിയയുമായി വർത്തിക്കാൻ നമുക്ക് മണിക്കൂറുകൾ ചിലവുണ്ട്, യൂട്യൂബിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഖുർആൻ ഒരു പേജ് ഓതാൻ നമുക്ക് സമയമില്ല. അപ്പൊ എവിടെയാ പ്രശ്നം വന്നത്? ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, ദീനിയായ വിഷയങ്ങൾക്ക് മാത്രം സമയമില്ല. അത് നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടാണ്. അതിനോടൊരു ഹലാവത്ത്, മാധുര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒഴിവുള്ള സമയങ്ങളെ ശ്രദ്ധിക്കണം. അത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. എനിക്കില്ല എന്ന് പറയാൻ പറ്റൂല. ഓരോരുത്തർക്കും ഒഴിവുള്ള സമയം ധാരാളമുണ്ട്. അത് പരമാവധി ദീനിന് വേണ്ടി മാറ്റിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ രണ്ടാമതായി നടക്കുന്ന പ്രതിഭാസം, ഖബർ അവനോട് സംസാരിക്കുകയാണ്. യബ്ന ആദം മാ ഗറക ബി അന ബൈത്തുദ്ദൂദ് وأنا بيت الوحشاء وأنا بيت الغرباء. ശ്രദ്ധിച്ചോ, ദൂരെ ഒന്ന് കേട്ടോകട്ടെ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബർ അവനോടായിട്ട് സംസാരിക്കും. ഖബർ സംസാരിക്കും. 6 മണ്ണിനകുന്ന ഇരുണ്ട തുരുത്ത് ആ ഖബർ അവനോട് സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മണ്ണ് നമ്മളോട് സംസാരിക്കുക, ഖബർ നമ്മളോട് സംസാരിക്കും.
ദുന്യാവിൽ നിന്ന് വിട പറയുമ്പോൾ നേരിട്ട് കാണാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. ചില ആളുകൾക്ക് ഖബറും മഹ്ശറയും ഒക്കെ എത്ര ഓതി കേട്ടാലും ഒക്കെ നിസാരാണ്, സാധുമാർ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് തുറന്നല്ലോ. ഒരു കാലഘട്ടത്തിൽ മരണമുണ്ട് എന്നും ലോകം മുഴുവനും അവസാനിക്കുമെന്നും വ്യക്തമായ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തൃണവൽഗണിച്ചതായ സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് ISROയുടെ ചെയർമാൻ വരെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ട് വിജയം കണ്ടതിന്റെ അവസാനം അദ്ദേഹം നടത്തിയതാകുന്ന അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നു, ലോകം അവസാനിക്കും ഉറപ്പാണ്. കാരണം ഈ ചന്ദ്രനും ഈ കാണുന്നതാകുന്ന നക്ഷത്ര താരകങ്ങളുമൊക്കെ തകർന്നു പോകും, അതിനൊരു സമയം അടുത്തിരിക്കുകയാണ്, എല്ലാം ഇല്ലാതാകും, ലോകം അവസാനിക്കുമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. മുസ്ലിമീങ്ങളുടെ വാദം ശരിയാണ്. ഇന്ന് വിവരമുള്ള ശാസ്ത്രലോകം മുഴുവനും ഇന്നത് സമ്മതിക്കാൻ, ഒരു കാലഘട്ടത്തിൽ സൂര്യനും ചന്ദ്രനും ഒന്നും തകരൂല, ഈ വിഭാഗം പൊട്ടന്മാരാണ്, വിവരമില്ലാത്തവരാണ്, മുസൽമാന്മാരെ കുതിര കയറിയതാകുന്ന ആളുകളൊക്കെ ഇന്ന് തിരിച്ചു പറയാൻ ഇന്ന് ഖുർആനിലേക്ക് മടങ്ങി വന്നു. ശാസ്ത്രം മുഴുവനും തീരനുസരിച്ച് ആണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എല്ലാവരും പറഞ്ഞു ശരി തന്നെയാണ്, പറഞ്ഞത് കറക്റ്റാണ്, ഈ സൂര്യനും ഈ ചന്ദ്രനും ഇതെല്ലാം തകരും. ഖുർആൻ പറഞ്ഞത് ശരിയാണ്, ഈ ലോകം മുഴുവനും തന്നെ ഇല്ലാതാകും, പരിപൂർണമായി നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും പരിപൂർണമായി നശിക്കുന്നതാണ്. ആകാശവും ഭൂമിയും ആകാശഭൂമികളുള്ള സകല വസ്തുക്കളും പരിപൂർണമായി നശിക്കുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഒരാൾ മാത്രമാണ് ശേഷിക്കുക, അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്, പരിപാലകനാണ്, സർവേശ്വരനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാണ്. അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരാളും അവശേഷിക്കുകയില്ല. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിലൂടെ ഈ ആയത്ത് ലോകത്തോട് വിളംബരം നടത്തിയപ്പോ ആളുകൾ പുറംതിരിഞ്ഞുകൊണ്ട് തിരിച്ചവരല്ലേ? ഇന്ന് സമൂഹം പരിപൂർണമായി അംഗീകരിക്കുകയല്ലേ? ഇന്നാരാണ് ഖുർആനിനെ തള്ളിക്കളയുന്നത്? ആകാശത്ത് മിന്നെ തിളങ്ങുന്ന അനന്തരകോടി നക്ഷത്ര താരകങ്ങൾ ഇല്ലാതാകുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരു ലോകമില്ല എന്ന് വാദിച്ചിരുന്ന ശാസ്ത്രം പോലും ഇന്ന് പരിപൂർണമായി സർവ്വതും തകരുമെന്ന് അംഗീകരിക്കുകയാണ്. എല്ലാവരും അംഗീകരിച്ചു, ഒരാള് പോലും മാറി നിൽക്കുന്നില്ല. മനസ്സിലാക്കണം, നല്ലതുപോലെ ചിന്തിക്കുക. നമ്മൾ തങ്ങൾ പറയുകയാണ്, നാളെ ഖബറിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ കൊണ്ടുപോയി മണ്ണിട്ടുകൊണ്ട് ജനങ്ങൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ. 3 പിടി പണ്ണ് വാരിയിട്ടിട്ട് വാപ്പാടെ ഉമ്മാടെ ഖബറിന് ചരത്ത് നിന്നുകൊണ്ട് പൊന്നുമോനെ നീ പിരിച്ചു പോകുമ്പോ ആ ഖബർ നിന്നോട് സംസാരിക്കുകയാണ്. ഖബറിലേക്ക് ഇറക്കി വെച്ചതാകുന്ന വാപ്പയാണോ ഉമ്മയാണോ ഏത് മനുഷ്യനാണോ ഖബറിലേക്ക് ഇറക്കി വെച്ചത്, അവനോട് ഖബർ സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യബ്ന ആദമിന്റെ പൊന്നുമോളെ മാ ഗറക ബി അന ബൈത്തുദ്ദൂദ് വഅന ബൈത്തുൽ വഹ്ശാ. എന്നെ കുറിച്ച് എന്താണ് നീ മനസ്സിലാക്കിയത്? ഞാനൊരു സാധാ സീത മണ്ണല്ല, ഖബറാണ്, 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്താണ്. അന ബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്. വഅന ബൈത്തുൽ വഹ്ശാ, ഞാൻ ഏകാന്തതയുടെ ലോകമാണ്. വഅന ബൈത്തുൽ ഖർബാ, ഞാൻ
ഒറ്റപ്പെടലിന്നതാകുന്ന ദിവതമാണ്, ഒറ്റപ്പെടലിന്നതാകുന്ന കൂടാണ്. ഇന്നലെ വരെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കൂടപ്പറപ്പിനോടൊപ്പം തൊട്ടുരുമി അടക്കം പറഞ്ഞുകൊണ്ട് കടന്നവനല്ലേ, ഭർത്താവിനോടൊപ്പം ചേർന്ന് കടന്ന പെങ്ങളെ ഇന്നിതാ ഖബറിന്റെ ഏകാന്തതയിലാണ്, ഒറ്റയ്ക്കാണ്. ഈ ദുനിയാവിൽ നീ എത്രയോ യാത്രകൾ ചെയ്തവനാണ്, എത്രയോ കാലം പ്രവാസ ലോകത്ത് കഴിഞ്ഞവനാണ്. നിന്റെ റൂമിൽ കൂട്ടുകാരുണ്ട്, നിനക്ക് ബന്ധുമിത്രാദികളുണ്ട്, നിന്നോട് ചോദിക്കാൻ ആളുകളുണ്ട്, നിനക്ക് എന്തെങ്കിലും അപകടങ്ങൾ പിണഞ്ഞാൽ നിന്നെ ശുശ്രൂഷിക്കാൻ ആളുകൾ അനവധിയാണ്. പല സംഘടനകൾ തന്നെ റെഡിയാണ്. ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ ആ കേസിൽ നിന്ന് നിന്നെ ഉരിത്തരാൻ ജാമ്യം നിൽക്കാൻ ആളുകളുണ്ട്. സമ്പത്ത് കൊടുത്തിട്ട് ജാമ്യം വേണോ, അതല്ല ആൾ ജാമ്യം വേണോ, എല്ലാത്തിനും റെഡിയാണ്. എന്നാൽ ഖബറിൽ നിനക്ക് ഒരാളും രക്ഷയില്ല, ഒരാൾ പോലും നിനക്ക് തുണ വരുകയില്ല. വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. ജീവിതത്തിൽ നീ ചെയ്തതാകുന്ന നമസ്കാരമല്ലാതെ, നീ അനുഷ്ഠിച്ചതാകുന്ന നോമ്പുകളല്ലാതെ, നീ കൊടുത്തു വീട്ടിയ സക്കാത്തല്ലാതെ, നീ പിടിച്ചു നിർത്തിയതാകുന്ന പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ, നീ റമദാനിൽ കൊടുത്തു വീട്ടിയതാകുന്ന സക്കാത്തല്ലാതെ, പാവങ്ങളുടെ മേൽ നീ ചെലവഴിച്ചതാകുന്ന ധനമല്ലാതെ ഒരാള് പോലും നിനക്ക് സഹായില്ല. വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. നിന്റെ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളല്ലാതെ ഒരാൾ പോലും നിനക്ക് തുണ വരാത്തതാകുന്ന സ്ഥലമല്ലേ ഖബർ. ആറടി മണ്ണിന്റെ ഇരുട്ടർ തുരുത്തിലേക്ക് മുസ്ലിമേ മുസ്ലിമത്തെ എന്നെയും നിങ്ങളെയും നാളെ എടുത്തെറിയുന്നതാകുന്ന ലോകമാണ്. നിന്റെ മക്കളും നിന്റെ കുടുംബങ്ങളും നിന്റെ ബന്ധുക്കളും നിന്റെ സുഹൃത്തുക്കളും നിന്റെ സ്വത്ത് വികരം ചെയ്യാൻ വേണ്ടി താല്പര്യത്തോടുകൂടി കണ്ണുനട്ടിരിക്കുകയാണ്. അവർ നിന്നെ കൊണ്ടുപോയ ഖബറിലേക്ക് ഇറക്കുകയാണ്. ആ സമയത്ത് ഖബർ നിന്നോട് സമീപിക്കുന്ന രീതിയാണ്. ആറടി മണ്ണാകുന്ന ഖബർ നിന്നോട് സംസാരിക്കുകയാണ്. ഞാൻ പുഴുക്കളുടെ ഭവനമാണ്. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, രസിച്ചവനല്ലേ, രമിച്ചവനല്ലേ. ഹയ്യാല സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ പള്ളിയുടെ അകത്തലങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോ ആ ബാങ്കുവിലേക്ക് ഉത്തരം കൊടുക്കാതെ സിനിമാ തിയേറ്ററിലേക്ക് പോയവനല്ലേ, പുതിയ ദിനം സിനിമകൾ കണ്ടവനല്ലേ, വ്യഭിചാരശാലകളിലേക്ക് പോയവനല്ലേ, മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കുമുള്ള റെഡ് സീറ്റുകളെ തേടിക്കൊണ്ട് യാത്ര തിരിച്ചവനല്ലേ, അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ കണ്ട് മഞ്ഞളിപ്പിച്ചവനല്ലേ. നീ കാണാത്ത സിനിമയില്ല, നീ കാണാത്ത സീരിയലില്ല പെങ്ങളെ. മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കാതിനെ മലീമസപ്പെടുത്തിയവളല്ലേ. അന്യരാകുന്ന പരപുരുഷന്മാരുമായി സംസാരിച്ചുകൊണ്ട് സുബൈ വരെ ഉറക്കമൊടിച്ചിരുന്നവളല്ലേ. ഹൃദയത്തെ മറ്റുള്ള പരപുരുഷന്മാരുമായി ബന്ധം ചേർത്ത് വെച്ചവളല്ലേ. സ്വന്തം ഭർത്താവ് നിനക്ക് വേണ്ടി മരുഭൂമിയിൽ കഷ്ടപ്പെടുമ്പോ ആ പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ നൊമ്പരമറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് കടക്ക വിരിക്കാൻ തയ്യാറായിട്ടുള്ളതാകുന്ന പെണ്ണല്ലേ. സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി തരാൻ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ നിന്നെയും മക്കളെയും കണ്ണു നട്ടിരിക്കുമ്പോ ആ ഭാര്യ നിന്നോട് കാണിക്കുന്ന സ്നേഹം മറന്നുകൊണ്ട് അന്യരാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയതാകുന്ന ചെറുപ്പക്കാരനല്ലേ. ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് അവർ പരസ്പരം തിന്നുന്നതിൽ.
പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണവർ പരസ്പരം തിന്നുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. പുഴുക്കൾ വന്നുകൊണ്ട് നിന്റെ ശരീരത്തെ തിന്നു മാറുകയാ. തടിച്ചു കൊഴുത്തതാകുന്ന ശരീരമല്ലേ, വെളുക്കാൻ തേച്ചതാകുന്ന ഒരുപാട് ക്രീമുകൾ തേച്ച് ശരീരത്തെ വെളുപ്പിച്ചെടുത്തതാകുന്ന വ്യക്തിയല്ലേ. ആഖിറത്തെ നന്നാക്കുവാനോ ഹൃദയം തെളിക്കുവാനോ നിന്റെ ജീവിതം നീ ചെയ്തില്ല. ഖുർആൻ ഓതാ നീ തയ്യാറായവനല്ല, ദിക്ർ ചൊല്ലാൻ തയ്യാറായവനല്ല. പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ നിന്റെ ഹൃദയം തെളിയുമായിരുന്നു. അതിനുവേണ്ടി നീ തയ്യാറായിട്ടില്ല. വെളുത്തിട്ട് പാറാനുള്ള ക്രീം തേച്ചുകൊണ്ട് നടന്നവനല്ലേ, ആ രീതിയിൽ ശരീരഭാഷ നടത്തിയവനല്ലേ. ഹൃദയത്തെ തെളിക്കാതെ മോശപ്പെട്ട ജീവിതം നയിച്ചവനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബു യസ്തഉ കമാ തസ്തഉൽ ഹദീദു. ഇരുമ്പുകൾക്ക് കാവ് പിടിക്കുന്നത് പോലെ മുസ്ലിമേ, മനുഷ്യ മാനവ മുഅ്മിനിന്റെ ഹൃദയത്തിന് കറ പിടിക്കുമേ. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ മാറ്റാനുള്ള പണിയൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? പരിശുദ്ധമായ ഖുർആൻ ഓതലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നന്നാവുമേ, തെളിയുമേ. ഹൃദയം വെളുക്കാനുള്ള പ്രവർത്തനം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ദിക്റുൽ മൗത്ത് വതിലാവത്തുൽ ഖുർആൻ. ذكر الموت وتلاوة القرآن.